നല്ല മനുഷ്യൻ പണം ഉണ്ടാക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. നിങ്ങൾ അവരുടെ ഇരയായി മാറുന്നു. പ്രകൃതിയുടെ നിയമമാണ്. നല്ല ആളുകൾ പണം ഉണ്ടാക്കിയില്ലെങ്കിൽ അത് കെട്ട ആളുകളുടെ കയ്യിലേക്ക് എത്തിച്ചേരും. ഒറ്റ ചിന്തമാണ്. നിങ്ങളുടെ മാർജിൻ വളരെ തിന്നാണ് എങ്കിൽ സെയിൽസ് സ്ട്രോങ് പ്രൈസിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ക്യാഷ് ഫ്ലോ ക്രിയേറ്റ്സ് പീസ് ഓഫ് മൈൻഡ്. റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ് പിന്നെ ചെലവ്. അയ്യോ സാറേ ഇന്നലെ ഒത്തിരി, അതിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. എനിക്കറിയാം ഞാൻ കൊടുക്കുന്നത് എന്ന്. ഗ്രോത്തിൽ റീഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇതുപോലെ വന്ന് നിങ്ങളെ പഠിപ്പിക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ടാവേണ്ടതും. വിത്തൗട്ട് ഇറ്റ് ഒന്നെങ്കിൽ നിങ്ങൾ മാസ്ക് വെക്കേണ്ടി വരും. ക്യാഷ് ഫ്ലോ ഇസ് ദ ഓക്സിജൻ ഓഫ് ബിസിനസ്. എന്റെ ജീവിതം സക്സസ്ഫുൾ ആവേണ്ടതും നിങ്ങളുടെ ആവശ്യമല്ലേ? ബ്രീത്ത്. വിത്തൗട്ട് ക്യാഷ് ഫ്ലോ യുവർ ബിസിനസ് ആ നല്ല ദോശ കൊടുക്കുന്ന ഡേഞ്ചറസ് ബിസിനസ്, കളങ്കമില്ലാത്ത ക്യാഷ് ഫ്ലോ ബ്ലൈൻഡ്നെസ് ഉള്ളത് കൊണ്ടാണ് ആ കട അവിടെ നിലനിൽക്കേണ്ടത്. എന്റെയും ആ നാടിന്റെ ആവശ്യമാണ്. നല്ല ആളുകളുടെ കയ്യിൽ പണം കിട്ടിയാലുള്ള ഗുണം എന്താ? എപ്പോഴും ഇയാളൊക്കെ ബിസിയാ. അത് നല്ല പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇതാണല്ലോ ഞാൻ പഠിച്ചിരിക്കുന്ന ബിസിനസ്. നല്ല ഇന്റൻഷനോട് കൂടിയാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങിയിരിക്കുന്നതെങ്കിൽ അതിനു വേണ്ടിയിട്ടൊരു കാര്യം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ക്രൈസിസ് മാനേജ്മെന്റ് ആണ് പഠിച്ചത്. നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ. എന്തുകൊണ്ട് ഈ ക്രൈസിസുകൾ നമ്മളെ ബാധിക്കുന്നു, എന്തുകൊണ്ട് ഈ ക്രൈസിസ് ഒരു ബിസിനസ്സിനെ ബാധിക്കുന്നു, അതാണല്ലോ നമ്മൾ തിരുത്തേണ്ടത് അല്ലേ? അത് ഒരു നമുക്ക് കിട്ടേണ്ട പൈസ, നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മളുടെ സെയിൽസ് ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കുറയുന്നത് കൊണ്ട്, കസ്റ്റമർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ബിസിനസ് ഇല്ലാത്തത് അല്ലെങ്കിൽ ബിസിനസ് ക്രൈസിസിലേക്ക് പോകുന്നത് എന്നാണ്. അതല്ല സത്യം. മിക്ക ബിസിനസ്സുകൾക്കും കസ്റ്റമർ ഉണ്ട്, സെയിൽ നടക്കുന്നുണ്ട്. ആ നടക്കുന്ന സെയിൽസിന്റെ അകത്തുനിന്ന് പ്രോഫിറ്റബിൾ ബിസിനസ് ആക്കി മാറ്റാൻ, ഒരു ക്രൈസിസും ബാധിക്കാത്ത രീതിയിൽ അതിനെ മാറ്റാൻ, ഒരു ബുള്ളറ്റ് പ്രൂഫ് ബിസിനസ് ആക്കാൻ നമുക്കറിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ നോക്കുമ്പോൾ ഒരു ബിസിനസിന്റെ അകത്ത് ഈ ക്രൈസിസ് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 തരം എക്സ്പെൻസ് ലീക്കുകൾ സംഭവിക്കുന്നുണ്ട്. ദ 7 എക്സ്പെൻസ് ലീക്ക് ഇൻ ബിസിനസ്. 80% ബിസിനസ്സുകളെ അല്ലെങ്കിൽ എസ്പെഷ്യലി ചെറിയ ബിസിനസ്സുകളെ നശിപ്പിക്കുന്നത് ഈ 7 ടൈപ്പ് ഓഫ് എക്സ്പെൻസ് ലീക്കുകളാണ്. നമ്മൾ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. 7 തരം ലീക്ക്. അതിൽ ഒന്നാമത്തെ ലീക്കാണ് ദ മാർജിൻ ലീക്ക്. ദ മാർജിൻ ലീക്ക്. സെയിൽ നടക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ അകത്ത് ഇനഫ് മാർജിൻ കിട്ടുന്നില്ല. റീസൺ റോങ് പ്രൈസിംഗ് സ്ട്രാറ്റജി, റോങ് പ്രൈസിംഗ് സ്ട്രക്ചർ. ദ മാർജിൻ ലീക്ക്. കച്ചവടം നടക്കുന്നുണ്ട്, കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, പൈസ തരുന്നുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിലൊന്നുമില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് most of the business owners set their price by looking at your competitor's price. കോമ്പറ്റീറ്റർ എന്ത് വിലയിട്ടിരിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് നമ്മുടെ വിലയിടുന്നത്. മിക്ക ബിസിനസ് ഓണേഴ്സും ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് അതാണ്. ഈ ഒരൊറ്റ ലീക്ക് മതി, ഈ ഒരൊറ്റ റീസൺ മതി. ബിസിനസ് ഭയങ്കര സക്സസ്ഫുൾ ആണ് എന്ന് പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നും. അത് നമ്മുടെ സ്റ്റാഫിനായിക്കോട്ടെ, നമ്മുടെ ഫാമിലിക്ക് ആയിക്കോട്ടെ, മറ്റുള്ളവർക്കായിക്കോട്ടെ. എപ്പോഴും കടയിൽ കച്ചവടം നടക്കുന്നുണ്ട്, കസ്റ്റമർ വരുന്നുണ്ട്, ബില്ലിങ് നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ വെൻ യു ലുക്ക് ഫ്രം ദ ഔട്ട്സൈഡ്, ബിസിനസ് ലുക്ക് സക്സസ്ഫുൾ, ബട്ട് ഫിനാൻഷ്യലി ഇൻസൈഡ് they are struggling.
പുറമേ നോക്കുമ്പോൾ അടിപൊളി. പക്ഷെ ആ സ്ട്രക്ചർ ബ്രേക്കായി കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവുന്നു? നമ്മുടെ മാർജിൻ ലീക്ക് ഉണ്ടാവുന്നു. ഇപ്പൊ നമുക്ക് രണ്ട് ബിസിനസ്സുകൾ എടുക്കാം, രണ്ട് ഷോപ്പിനെ എടുക്കാം. ഒന്ന് ഷോപ്പ് എ, ഷോപ്പ് ബി. ഇവരുടെ ഇപ്പൊ ഞാൻ ഷോപ്പ് ബി ഇടാൻ പോവുകയാണ്. ഞാനപ്പം എയുടെ വില നോക്കിയിട്ട് അതിനോട് ചേർന്നോ, ഒന്നുകിൽ അതേപോലെ തന്നെയോ അതിനേക്കാൾ കുറച്ചോ അല്ലെ അതിനേക്കാൾ 1 രൂപ കൂട്ടിയോ ഞാൻ പ്രൈസ് ഇടുകയാണ് എന്നിരിക്കട്ടെ. ഇതിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോമ്പറ്റീറ്ററുടെ കോസ്റ്റിനെ കുറിച്ച് എനിക്ക് യാതൊരു ധാരണയില്ല. ഇയാൾക്ക് ഇത് എത്രനാ കിട്ടുന്നേ, ഇയാൾക്ക് ഇതിന്റെ ഓഫീസ് റെന്റ് എത്രയാ, ഇയാൾക്ക് ഇതിന്റെ സെറ്റപ്പ് കോസ്റ്റ് എത്രയാ, ഇയാള് ഇതിന് ഈ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അത് സ്വന്തം കാശിട്ടതാണോ, അതോ ഇയാള് ഫിനാൻസ് എടുത്തതാണോ, അതോ ഇയാൾക്ക് പാർട്ട്നേഴ്സ് ഉണ്ടോ, ഇയാളുടെ ഷോപ്പിന്റെ റെന്റ് എത്രയാണ്, ഇയാളുടെ ടീമിന്റെ സൈസ് എത്രയാണ്, ഇയാൾക്ക് എത്ര സാലറി കൊടുക്കേണ്ടി വരുന്നുണ്ട്, ഇയാളുടെ ഷോപ്പിന്റെ റെന്റ് എത്ര കൊടുക്കേണ്ടി വരുന്നുണ്ട്, ഇയാളുടെ ബിസിനസ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നതിന് എത്ര രൂപ വരുന്നുണ്ട്, ഇയാൾക്ക് മാർക്കറ്റിങ്ങിന് എത്ര രൂപ ചെലവാകുന്നുണ്ട്, ഇയാൾക്ക് കോക്ക എത്ര വരുന്നുണ്ട്, എന്താണ് ഇയാളുടെ ബിസിനസ് മോഡൽ. ആക്ച്വലി കച്ചവടം അവർക്ക്, കോമ്പറ്റീറ്റർക്ക് ഈ വിലയ്ക്ക് കച്ചവടം നടക്കുമ്പോൾ എന്ത് നീക്കിയിരിക്കാൻ പറ്റുന്നുണ്ട് അവർക്ക്? ഈ ബിസിനസ് അവരെ സംബന്ധിച്ച് പ്രോഫിറ്റബിൾ ആണോ? ഇതൊന്നും കോമ്പറ്റീറ്ററുടെ പ്രൈസ് മാത്രം നോക്കിയാൽ കിട്ടുന്ന ഉത്തരങ്ങളല്ല. അങ്ങനെ കണ്ണും പൂട്ടി കോമ്പറ്റീറ്റർ ഇത്രയും കൊടുക്കുന്നത് കൊണ്ട് ഞാൻ ഈ വിലക്കേ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതിനപ്പുറത്തോട്ട് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇതിന് താഴെ നിർത്തി കൊടുക്കണം, അങ്ങനെയല്ല പ്രൈസിങ് സ്ട്രാറ്റജി. പല ബിസിനസ്സുകളും, എസ്പെഷ്യലി ചെറിയ ബിസിനസ്സുകൾ തളരാനുള്ള റീസൺ ഇതാണ്. നിങ്ങളല്ല നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ സർവീസിന്റെ വില നിർണയിച്ചിരിക്കുന്നത്, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തൊക്കെ സ്ട്രഗിൾ ഉണ്ടോ അതെല്ലാം നിങ്ങളെയും ബാധിച്ചിരിക്കും. അവര് ലോൺ ഇല്ലാതെയായിരിക്കും ഇതിന്റെ ഫിനാൻസ് കണ്ടെത്തിയിരിക്കുന്നത്, നമ്മൾ ലോൺ എടുത്തിട്ടായിരിക്കും. അതിന്റെ ഇൻട്രസ്റ്റ്, അതിന്റെ EMI നമുക്ക് ഈ മാർജിന്റെ അകത്തുനിന്ന് കിട്ടിയേ പറ്റൂ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു, ആ ഇറക്കിയ പൈസ എഫ് ക്യാഷ് ആണ്. ആ എഫ് ക്യാഷ് തിരിച്ചടയ്ക്കേണ്ടത് ഓ ക്യാഷിൽ കൂടിയാണ്. ഓ ക്യാഷ് എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില മൈനസ് വിറ്റ വില. അങ്ങനെ ഒരു ചെലവ് ഒരു പക്ഷെങ്കിൽ അവന് കാണില്ല. അത് കണക്ക് കൂട്ടാതെ അവന്റെ വിലയ്ക്കനുസരിച്ച് നമ്മുടെ വില ഇടുകയാണെങ്കിൽ ആ പണം എവിടെ നിന്ന് എടുത്ത് അടയ്ക്കും നിങ്ങൾ? അയാൾ തന്നെയായിരിക്കും അയാളുടെ ബിസിനസിന്റെ അകത്തെ 80% കാര്യങ്ങൾ ചെയ്യുന്നതും. നമ്മൾ 4 സ്റ്റാഫിനെ വെച്ചിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അവനെ സംബന്ധിച്ച് വാങ്ങിയ വില മൈനസ് വിറ്റ വിലക്കകത്ത് അവന്റെ ഹാർഡ് വർക്കിനോ അവൻ ശമ്പളം പോലും എടുക്കുന്നില്ലായിരിക്കും അതിൻ്റെ അകത്തുനിന്ന്. നമ്മൾ ശമ്പളം എടുക്കുകയും വേണം, പ്ലസ് 4 പേർക്ക് ശമ്പളം കൊടുക്കുകയും വേണം. ഈ പൈസ ഇവൻ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. നിങ്ങൾ ഇത് എവിടെ കൊണ്ടുപെടുത്തും? നിങ്ങൾ ഇത് എവിടെ കൊണ്ടുപെടുത്തും? നിങ്ങളും അവനും മേടിക്കുന്നത് ഒരു കടയിൽ നിന്ന് തന്നെയായിരിക്കും, ഒരു സപ്ലയർ തന്നെയായിരിക്കും. ലെറ്റ്സ് സേ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ 80 രൂപയ്ക്ക് നിങ്ങൾക്ക് 2 പേർക്കും കിട്ടിയ ഒരു സാധനം 2 പേർക്ക് 80 രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. ഒറ്റ സപ്ലയർ അടുത്തുനിന്ന് എടുത്തത്. നിങ്ങൾ 2 പേരും സെല്ല് ചെയ്യുന്നത് ഒരേ വിലയ്ക്ക് തന്നെയാണ്, 100 രൂപയ്ക്ക്. അതേ 100 രൂപയ്ക്ക് തന്നെയാണ് നിങ്ങൾ വിറ്റ് ഇരിക്കുന്നതെന്ന് ഇരിക്കട്ടെ. ഇറ്റ് ലുക്സ് ഫൈൻ, ഓക്കെ, ഗുഡ്. 2 പേർക്കും 20 രൂപ പ്രോഫിറ്റ് ഉണ്ട്. കണക്ക് നോക്കുമ്പോൾ കൊള്ളാം. നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുത്തു, അതെവിടെ കൊണ്ട് കൊള്ളിക്കും? നിങ്ങൾക്ക് ചില കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് അവർ പ്രൊഡക്റ്റ് തിരിച്ചു കൊണ്ടു തന്നു, നിങ്ങൾ റീഫണ്ട് കൊടുക്കേണ്ടി വന്നു, എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? നിങ്ങൾ പുതിയ കമ്പനി ആയതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, അത് എവിടെ കൊണ്ട് കൊള്ളിക്കും? ടീമുണ്ട്, നിങ്ങൾക്ക് സർവീസ് കോസ്റ്റ് ഉണ്ട്, അത് എവിടെ കൊണ്ട് കൊള്ളിക്കും? നിങ്ങളുടെ റെന്റ് കൂടുതലാണ്, നിങ്ങൾക്ക് ടീം കൂടുതലാണ്,
നിങ്ങൾക്ക് അഡ്മിൻ എക്സ്പെൻസുകൾ കൂടുതലാണ്. അവൻ ഈ പറയുന്ന സാധനം 20 രൂപ കിട്ടുമ്പോ അതിൻ്റെ അകത്തുനിന്ന് 15 രൂപ ചിലപ്പോൾ അവന് നീക്കി വെക്കാൻ പറ്റുന്നുണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ അവനും നിങ്ങളെപ്പോലെ മണ്ടനായിരിക്കും, അവനും ഒരു പുല്ലും കിട്ടുന്നില്ലായിരിക്കും. ഈ 80 രൂപയ്ക്ക് മേടിച്ച സാധനം 100 രൂപയ്ക്ക് വിൽക്കുന്നു എന്നുള്ള കണക്കിന്റെ അകത്ത് ചില സമയത്ത് ഇതിൻ്റെ അകത്ത് 5 രൂപ പോലും കിട്ടില്ല, ചില സമയത്ത് 0 എങ്കിലും കിട്ടിയാൽ മതി, നെഗറ്റീവ് ആകാതിരുന്നാൽ മതി എന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ കോസ്റ്റിങ്ങിനെ കുറിച്ച് വല്ലതും അറിയാവോ? പിന്നെ എന്തിന് ബ്ലൈൻഡ്ലി ഇത് മാത്രം നോക്കി കോപ്പി അടിക്കുന്നു? അവന്റെ കോസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഇത് മാത്രം അവന്റെ നോക്കിയിട്ട് കോപ്പി അടിക്കാൻ പറ്റുന്നു? ഞാൻ ട്രെയിനിങ് മേഖലയിൽ രക്ഷപ്പെട്ടത് അന്നും ഇന്നും ആരെന്ത് പ്രൈസ് ചാർജ് ചെയ്യുന്നു എന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ എന്ത് വാല്യൂ കൊടുക്കുന്നു, ആ വാല്യൂ കിട്ടുന്നവർക്ക് എന്ത് ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുന്നു, അവർക്ക് അത് വെച്ചിട്ട് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. 3 കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നത്. ഒന്ന്, എൻ്റെ അടുത്ത് വരുന്ന, ഞാൻ പേയ്മെന്റ് മേടിക്കുന്ന ഒരാൾക്ക് ആ പൈസ എനിക്ക് തന്നതിന്റെ ഭാഗമായി ഈസ് ഇറ്റ് ഇൻക്രീസിങ് ദെയർ ഇൻകം, അവന്റെ വരുമാനം കൂടുന്നുണ്ടോ? 2, ഈസ് ഇറ്റ് റെഡ്യൂസിങ് ദെയർ കോസ്റ്റ്, അത് കാരണം അവരുടെ ചെലവ് കുറയുന്നുണ്ടോ? ആർ ദേ ഇംപ്രൂവിങ് ദെയർ കേപ്പബിലിറ്റി, അവരുടെ കഴിവ് വർദ്ധിക്കുന്നുണ്ടോ? ഈ 3 എന്നെ സംബന്ധിച്ച് ടിക്കാണ്. എൻ്റെ അടുത്ത് വരുന്ന ഒരാളുടെ വരുമാനം കൂടുന്നുണ്ട്, ചെലവ് കുറയുന്നുണ്ട്, കഴിവ് കൂടുന്നുണ്ട്. ആർക്കെങ്കിലും തർക്കമുണ്ടോ ഇവിടെ ഇരിക്കുന്നത്? കിങ്സ് ക്ലബിലുള്ള ആർക്കെങ്കിലും തർക്കമുണ്ടോ? വരുമാനം കൂടുന്നുണ്ട്, ചെലവ് കുറയുന്നുണ്ട്, കഴിവ് കൂടുന്നുണ്ട്. ഇത് എൻ്റെ കോമ്പറ്റീറ്റേഴ്സിന് കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കും. ഇനി കൊടുക്കുന്നത് തന്നെ ഇരിക്കട്ടെ, അവൻ മണ്ടത്തരം കാണിച്ചത് 2000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഞാൻ പോയിട്ട് 1900-ന് ഇതേ കാര്യം വിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ 2 ലക്ഷത്തിന് വിൽക്കും, ഞാൻ 20 ലക്ഷത്തിന് വിൽക്കും. നിങ്ങൾ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ വിലയ്ക്ക് ഇക്വലന്റ് ആയിട്ട് നിങ്ങളുടെ പ്രൈസിങ് ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ട്രാപ്പ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ സെയിൽസ് എടുക്കുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും ബിസിയാണ്, നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് യു ആർ നോട്ട് ബിൽഡിംഗ് റിയൽ പ്രോഫിറ്റ് ഓൺലി ബിക്കോസ് ഓഫ് ദ റീസൺ ദാറ്റ് നിങ്ങളുടെ പ്രൈസിങ് തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളുടെ കോമ്പറ്റീറ്ററാണ്. ഒരു ബിസി ബിസിനസ് മീൻസ് എപ്പോഴും ഇയാളങ്ങ് ബിസിയാ, അതിന്റെ അർത്ഥം അയാൾക്കൊരു ഹെൽത്തി ബിസിനസ് ഉണ്ട് എന്നല്ല. റവന്യൂ is just a vanity. Profit is the reality. ഈ ഞാണിമ്മേ കളിയിൽ നിൽക്കുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ മതി, ഒരു ചെറിയ മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തുനിന്ന്, ഒരു സ്റ്റോക്ക് എടുത്തത് തെറ്റിപ്പോയാൽ മതി, നിങ്ങൾ ബാങ്ക്രപ്റ്റ് ആവും. ഒരു റീഫണ്ട് കാര്യമായിട്ട് വന്നാൽ മതി, ഒരു ഫൈൻ ഗവൺമെന്റ് വന്ന് അടിച്ച് കയ്യിൽ തന്നാൽ നിങ്ങൾ തീർന്നു. ഒരു GSTയുടെ ഫൈൻ, ഒരു വാറ്റിന്റെ ഫൈൻ, ഒരു കോർപ്പറേറ്റ് ടാക്സിന്റെ ഫൈൻ വന്നാൽ തീർന്നു. കാൽക്കുലേറ്റ് ചെയ്യാതെ കൊടുക്കുന്ന ഒരൊറ്റ ഡിസ്കൗണ്ട് തീർന്നു. ഒരൊറ്റ പേയ്മെന്റ് റിസീവ് ചെയ്യാതെ പോയാൽ, ഒരു മാസം ബിസിനസ് ഒന്ന് ഡൗൺ ആയാൽ തീർന്നു. ദാറ്റ് ബിക്കംസ് ഡേഞ്ചറസ് ബിസിനസ്. സോ നിങ്ങളുടെ മാർജിൻ വളരെ തിന്നാണ് എങ്കിൽ, നിങ്ങളുടെ പ്രോഫിറ്റ് വളരെ തിന്നാണ് എങ്കിൽ, ആ ബിസിനസിൻ്റെ അകത്ത് സെയിൽസ് കൂടും തോറും നിങ്ങളുടെ സ്ട്രെസ് കൂടിക്കൊണ്ടേയിരിക്കും. പ്രോഫിറ്റ് കുറവുള്ള ബിസിനസ്സുകൾ വളരും തോറും ആ ബിസിനസ്സുകാരൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, അവന്റെ ആയുസാണ് ഒടുങ്ങുന്നത്. യു ആർ നോട്ട് സ്കെയിലിംഗ് പ്രോഫിറ്റ്, യു ആർ സ്കെയിലിംഗ് പ്രഷർ. പ്രഷർ കൂടുന്നതല്ലാതെ പ്രോഫിറ്റ് കൂടത്തില്ല. എല്ലാരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ഇഫ് ഐ സെൽ മോർ ഐ മേക്ക് മോർ, കച്ചവടം കൂട്ടിയാൽ എനിക്ക് കൂടുതൽ കാശുണ്ടാക്കാൻ പറ്റുമെന്ന്. നോ വേ.
മാർജിൻ ചെറുതാണ് എങ്കിൽ, കുറവാണ് എങ്കിൽ, നിങ്ങളുടെ സെയിൽസ് മൾട്ടിപ്ലൈ ചെയ്യും തോറും നിങ്ങളുടെ പ്രശ്നങ്ങൾ അതിന്റെ ഇരട്ടി മൾട്ടിപ്ലൈ ചെയ്യും. ശരിയാ? നിങ്ങൾ വില കുറച്ചിട്ടാൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെയൊക്കെ അട്രാക്ട് ചെയ്യാൻ പറ്റും. ബട്ട് യു കനോട്ട് ബിൽഡ് എ ഹെൽത്തി ബിസിനസ്. സ്ട്രോങ് പ്രൈസിങ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ബിസിനസ് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റൂ. ചീപ്പ് പ്രൈസിങ്, അറ്റൻഷൻ, ശ്രദ്ധ പിടിക്കാൻ പറ്റും, പക്ഷെ അത് സസ്റ്റൈനബിൾ അല്ല. സോ പ്രോഫിറ്റബിൾ ബിസിനസ്സുകാരും മറ്റുള്ളവർ എത്രയാ ചാർജ് ചെയ്യുന്നത് എന്ന് നോക്കാറില്ല. എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എങ്ങനെ ഇവർക്കൊക്കെ ഈ പ്രൈസ് ഒക്കെ ഇട്ടിട്ട് ക്ലാസ് ഒക്കെ എടുക്കാൻ പറ്റുന്നു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കൊടുക്കുന്ന വാല്യൂവിൽ എനിക്ക് കോൺഫിഡൻസ് ഉള്ളിടത്തോളം കാലം എനിക്കറിയാം ഞാൻ കൊടുക്കുന്നത് എന്ത് എന്ന്. ആ കൊടുക്കുന്ന വാല്യൂ അതിൽ എനിക്ക് വിശ്വാസം കുറവ് വരുന്ന സമയത്താണ് ഞാൻ വിലയിടാൻ പേടിക്കുന്നത്, മടിക്കുന്നത്. നമ്മൾ പഠിച്ചിരുന്നു അതിന് വേണ്ടത് ഒന്ന് ക്ലോസിംഗ് സ്കില്ല് വേണം. ക്ലോസിംഗ് സ്കില്ലുണ്ടെങ്കിൽ 5000 രൂപയ്ക്ക് വിൽക്കുന്ന അതേ സാധനം 10,000-നോ 15,000-നോ 25,000-നോ 50,000-നോ 5 ലക്ഷത്തിനോ നമുക്ക് വിൽക്കാൻ പറ്റും. ക്ലോസിംഗ് സ്കില്ലുണ്ടെങ്കിൽ. ക്ലോസിംഗ് സ്കില്ല് മാത്രം പോരാ, ഡിമാൻഡ് കൂട്ടാൻ പഠിക്കണം. ക്ലോസിംഗ് സ്കിൽ പ്ലസ് ഡിമാൻഡ് ക്രിയേഷൻ. ക്ലോസിംഗ് സ്കിൽ എന്ന് പറയുന്നത് സെയിൽസ് സ്കില്ലും ഡിമാൻഡ് ക്രിയേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് സ്കില്ലും. ആ സെയിൽസ് പ്ലസ് മാർക്കറ്റിംഗ് സ്കിൽ ഒത്തുചേരുന്നിടത്താണ് നിങ്ങൾക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലാഭകരമായ രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും. സക്സസ്ഫുൾ ബിസിനസ്സുകാരൻ കോമ്പറ്റീറ്ററുടെ പ്രൈസ് അല്ല നോക്കുന്നത്, തന്റെ കോസ്റ്റിലേക്ക് നോക്കും, അതിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. തനിക്ക് എത്ര രൂപ പോസ്റ്റിംഗ് വരുന്നുണ്ട്, ഇതിൻ പ്രകാരം ഈ കസ്റ്റമർക്ക്, എൻ്റെ സർവീസ് എടുക്കുന്നവർക്ക്, എൻ്റെ പ്രൊഡക്റ്റ് മേടിക്കുന്നവർക്ക് എന്ത് വാല്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ കണക്ക് നോക്കിയിട്ട്, സ്വന്തം കണക്ക് നോക്കിയിട്ട് തീരുമാനിക്കും പ്രൈസിങ്. വാല്യൂ അഡിഷൻ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു കമ്മോഡിറ്റി ആയിട്ടാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, കമ്മോഡിറ്റി മീൻസ് ഒരു സാധനം അതുപോലെ തന്നെ മേടിച്ച് നിങ്ങൾ മറച്ചു വിൽക്കുകയാണ് എങ്കിൽ ഒന്നും പറയാനില്ല. വാല്യൂ അഡിഷൻ ഇറ്റ്സ് എ സ്കിൽ. നിങ്ങളൊരു വാട്ടർമെലൻ, ഒരു തണ്ണിമത്തൻ മേടിക്കുന്നു, അത് അതുപോലെ മറച്ചു വിൽക്കുകയാണെങ്കിൽ 1 രൂപ 2 രൂപ മാർജിൻ എടുക്കാനേ പറ്റത്തുള്ളൂ ഒരു കിലോയുടെ പുറത്ത്. അത് കട്ട് ചെയ്ത് വിറ്റാൽ ഒരു പീസ് 20 രൂപയ്ക്ക് വിൽക്കാം. അത് ജ്യൂസ് ആക്കി വിറ്റാൽ ഒരു തണ്ണിമത്തൻ്റെ അകത്തുനിന്ന് 1000 രൂപ ലാഭം ഉണ്ടാക്കാം. 1000 രൂപ ലാഭം ഉണ്ടാക്കാം. വാല്യൂ അഡിഷൻ. സോ യു ഹാവ് ടു പ്രൈസ് ബേസ്ഡ് ഓൺ റിക്വയർഡ് മാർജിൻ. ആ ബിസിനസ് നിലനിൽക്കാനും ആ ബിസിനസ് വളരാനും വേണ്ടിയിട്ട് പാകമായിട്ടുള്ള, അതിനുചിതമായിട്ടുള്ള ഒരു പ്രൈസിങ് ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. അല്ലാതെ മാർക്കറ്റ് പ്രഷർ നോക്കിയിട്ടല്ല നമ്മുടെ പ്രൈസിങ് തീരുമാനിക്കേണ്ടത്. മാർക്കറ്റ് പ്രഷർ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് നോക്കി നമ്മുടെ വില നിർണ്ണയിക്കാൻ ഇരുന്നാൽ തീർന്നു, നിങ്ങൾ തീർന്നു. നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം അവിടെയാണ്. സോ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മുടെ പ്രൈസ് ഇടാൻ. 3 കാര്യങ്ങൾ. യു ഹാവ് ടു ഫോക്കസ് ഓൺ 3 തിങ്സ്. 3 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം, എന്നിട്ടേ പ്രൈസ് ഇടാവൂ. 1, യു ഷുഡ് നോ യുവർ ട്രൂ കോസ്റ്റ്. യു ഷുഡ് നോ യുവർ ട്രൂ കോസ്റ്റ്. കോസ്റ്റ് കാൽക്കുലേഷൻ കൃത്യമായി നടത്തണം. പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് മാത്രമല്ല, യു ഹാവ് ടു കാൽക്കുലേറ്റ് എവറിത്തിങ്.
യു ഹാവ് ടു കാൽക്കുലേറ്റ് എവറിത്തിങ്. ഇപ്പം മായ ഓരോ ചെടി എടുത്തിട്ട് നമുക്ക് ഇത് ഷാർജയിലൊക്കെ ഇത്ര രൂപയ്ക്കാണ് പോകുന്നത്, അതുകൊണ്ട് നമുക്ക് ഇത് ഇത്ര രൂപയ്ക്ക് കിട്ടും, നമുക്ക് ഇത്ര രൂപയ്ക്ക് വിൽക്കാം പറഞ്ഞ് ചെടിയുടെ കാര്യം നോക്കിക്കും. ഓക്കെ, ചെടി ഏത് വേണം, ചെടിയെ കുറിച്ച് പഠിക്കാനുള്ളത്, അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്, ആ കാര്യങ്ങൾ നോക്കിക്കോണം. പ്രൈസിനെ കുറിച്ച് മിണ്ടിപ്പോരുത്. പ്രൈസ് എന്തിടണമെന്ന് ഞാൻ തീരുമാനിച്ചോണം. അല്ല അതിപ്പോ മറ്റുള്ളവർ അതെങ്ങനെയാണ് ഇന്നലെ വിളിച്ചിരുത്തി കാണിച്ചു കൊടുത്തു. നമുക്ക് ഒരു മാസം വരുന്ന ഇത്ര ചെലവുണ്ട്, അതിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? നമുക്ക് റെന്റ് വരുന്നുണ്ട്, നമുക്ക് സ്റ്റാഫ് വരുന്നുണ്ട്. എഴുതിക്കോ, റെന്റ്, സ്റ്റാഫ്, മാർക്കറ്റിംഗ്, സോഫ്റ്റ്വെയർ, പേയ്മെന്റുകൾ, റീഫണ്ടുകൾ, ഡെലിവറി, ഓവർഹെഡ്സ്. ദീസ് ആർ ദ റിയൽ കോസ്റ്റ്. അല്ലാതെ നിങ്ങൾ വാങ്ങിയ പ്രൊഡക്റ്റിന്റെ വില മാത്രമല്ല, സ്റ്റാഫിന്റെ ടൈം, അവിടുത്തെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള പൈസ, ലൈസൻസിങ്ങിന് വേണ്ടിയുള്ള പൈസ, ഇവരുടെ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസ, നമ്മുടെ മാർക്കറ്റിംഗ് കോസ്റ്റ്, നമ്മുടെ കറണ്ട് ബില്ല്, നമ്മുടെ ടെലിഫോൺ ബില്ല്, ഇന്റർനെറ്റ് ബില്ല്, നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ പേയ്മെന്റ്, റീഫണ്ടുകൾ, ഡെലിവറി എക്സ്പെൻസുകൾ, നമ്മൾ ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടി പർച്ചേസിനായിക്കോട്ടെ അല്ലാത്ത കാര്യത്തിനായിക്കോട്ടെ പോകുന്ന സമയത്ത് നമ്മളുടെ എക്സ്പെൻസുകൾ, മറ്റ് ഓവർ ഹെഡുകൾ, ഇതെല്ലാം കൂട്ടിക്കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ടു നോ യുവർ ട്രൂ കോസ്റ്റ്. ആ ട്രൂ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്തിരിക്കുകയാണ് കാര്യം. ആ ട്രൂ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പം മായ പറയുന്ന ഒരു കാര്യം, 50 രൂപയ്ക്കും 50 ദിറംസിന് മേടിക്കുന്ന ഒരു സാധനം നമുക്ക് ഇത് 75 ദിറംസിന് വിൽക്കാം. മേക്ക് സെൻസ്. 50 രൂപയ്ക്ക് മേടിച്ച് 25 രൂപ ലാഭത്തിൽ അങ്ങോട്ട് വിൽക്കുന്നു. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു മാസത്തെ റെന്റ് വരുന്നത് 4000 ദിറംസ്. ഓക്കെ, എക്സാമ്പിൾ ആണ്, എക്സാക്റ്റ് അല്ല. നമ്മളുടെ സ്റ്റാഫ് സാലറി എല്ലാം കൂടെ നമുക്ക് വരുന്നത് 6000 ദിറംസ്. നമ്മുടെ മിസലേനിയസ് എല്ലാം കൂടെ വരുന്നത് 1000 ദിറംസ്. എക്സാമ്പിൾ പറയുകയാണേ. നമ്മൾക്ക് ഹിഡൻ ആയിട്ട് വരുന്ന കോസ്റ്റുകൾ നമ്മൾ അറിയാതെ വരുന്നത് എല്ലാം കൂടെ 2000. ബാക്കി ബില്ലിങ്, ഈ പറഞ്ഞ റീഫണ്ട്, അത് ഇതെല്ലാം കൂടെ ചേർത്ത് ലെറ്റ്സ് സേ 2000. ഇങ്ങനെ ഒരു 15000 രൂപ വരുന്നു എന്നിരിക്കട്ടെ. നമ്മുടെ ഒരു മാസത്തെ കോസ്റ്റ്, എക്സ്പെൻസ്, ഫിക്സഡ് എക്സ്പെൻസ്. ഇത് ഡിവൈഡഡ് ബൈ 30 വിച്ച് ഈസ് 500. ഈ 500 ദിറംസ് എന്ന് പറയുന്നത് എവറി ഡേ ഇവിടെ ഉണ്ടാക്കണം. മനസ്സിലാവുന്നു? ഈ 500 ദിറംസ് എന്നുള്ളത് എവറി ഡേ ഇത് വിറ്റുണ്ട്. ഇതേലെ 100 കച്ചവടമാണ് ഒരു ദിവസം നടക്കുന്നതെങ്കിൽ 500 ഡിവൈഡഡ് ബൈ 100, ഓരോ കച്ചവടത്തിന്റെ അകത്തും ഈ 5 രൂപ കൂട്ടിയിടണം. ഒരു ദിവസം 50 കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ ഈ കോസ്റ്റിങ്ങിന്റെ അകത്ത് 10 രൂപ കൂട്ടിയിടണം. ഇത് പ്രോഫിറ്റ് ട്രൂ കോസ്റ്റ് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ട്രൂ കോസ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താലുണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവും എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന്. നിങ്ങളുടെ ട്രൂ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടെന്നിരിക്കട്ടെ, അതിന്റെ EMI വിത്ത് ഇൻട്രസ്റ്റ് അടയ്ക്കണം. അതും ഈ 500ന്റെ കൂടെ കൂടും പെർ ഡേ. എന്തിനാ ഡെയിലി ക്യാഷ് ഫ്ലോ നോക്കണമെന്ന് പറയുന്ന? പെർ ഡേ കണക്ക് കൂട്ടിയാൽ അപ്പൊ മനസ്സിലാവും. അപ്പൊ എൻ്റെ അടുത്ത് അയ്യോ അപ്പൊ ഇത് 100 രൂപ ഇട്ടാലും നഷ്ടമാണല്ലോ. ഞാൻ പറഞ്ഞ അതാ കണക്ക്, അതാണ് കണക്ക്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റണം? ഒന്നെങ്കിൽ 50-ന് താഴെ പർച്ചേസ് ചെയ്യാൻ പറ്റണം, ഇല്ലെങ്കിൽ 75-ന് മുകളിൽ വിൽക്കാൻ പറ്റണം.
രണ്ടിടത്താണ് ഇത് കൊള്ളിക്കാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ വാങ്ങുന്നിടത്ത് കൊള്ളിക്കുക, അല്ലെങ്കിൽ വിൽക്കുന്നിടത്ത് കൊള്ളിക്കുക. എവിടെയെങ്കിലും കൊള്ളിക്കണം, ഇല്ല നെഞ്ചത്ത് വന്ന് കൊള്ളും. സോ വാട്ട് ഈസ് യുവർ ട്രൂ കോസ്റ്റ്? പലപ്പോഴും ഈ കണക്ക് നോക്കാൻ ബിസിനസ്സുകാർ തയ്യാറാവത്തില്ല. പേടിയാ, സത്യം പേടിയാ. കാരണം സത്യം നിങ്ങൾ തിരിച്ചറിയും. എന്താ സത്യം എന്നറിയോ? ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നതും ഇനി അങ്ങോട്ട് ചെയ്യുന്നതും വൻ മണ്ടത്തരമാണെന്ന് തിരിച്ചറിയും. അത് തിരുത്തേണ്ടി വരും. തിരുത്തണമെങ്കിൽ ചങ്കൂറ്റം വേണം. ആ ചങ്കൂറ്റം ഇല്ലാത്തവർക്ക് ട്രൂ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയമായിരിക്കും. അപ്പൊ എളുപ്പമുള്ള വഴി എന്താ? കോമ്പറ്റീറ്റർ ഇട്ടിരിക്കുന്ന പോലെ അത് ആർക്കും ചെയ്യാമല്ലോ. അത് ആർക്കും ചെയ്യാമല്ലോ. അവൻ ഇത്രയും സ്റ്റാഫ് ഇല്ലെങ്കിൽ, അവൻ ഇത്രയും റെന്റ് ഇല്ലെങ്കിൽ, അവൻ ഇത്രയും മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഇല്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനും എൻ്റെ കോമ്പറ്റീറ്ററും, ഓക്കെ ചെടിക്കട തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുത്തോട്ടെ, അവർക്ക് ആ ലേഡിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാം. ആ ബിസിനസ് റൺ ചെയ്യുന്ന ലേഡിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാം, അല്ലെങ്കിൽ അയാൾക്കറിയാം. എനിക്കിത് അറിയത്തില്ല. ഞാനിത് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുക. അവന്മാർക്ക് 45,000 രൂപ മന്ത്ലി കൊടുക്കണം, പ്ലസ് ഇതിന്റെ മറ്റ് എക്സ്പെൻസുകൾ എല്ലാം കൂടെ 75,000 രൂപ വരുന്നു. അവനെ സംബന്ധിച്ച് ആ 75,000ത്തിന്റെ ചെലവില്ല, കോസ്റ്റ് ഇല്ല. അത് അവന് പ്രൈസിൽ കുറച്ചു കൊടുക്കാം. ആർ യു ഗെറ്റിംഗ് മീ? അവന്റെ ഒരു സ്കില്ല് പോലും അവന്റെ കോസ്റ്റിങ്ങിൽ അവന് കുറച്ചു കൊടുക്കാം. ആ 75,000 രൂപ ലിക്വിഡ് ക്യാഷ് എടുത്ത് മാർക്കറ്റിങ്ങിന് കൊടുക്കുന്ന ഞാൻ, അത് എന്റെ കോസ്റ്റിങ്ങിൽ കണക്ക് കൂട്ടിയില്ലെങ്കിൽ എത്ര കച്ചവടം കൂടിയിട്ട് എന്താ കാര്യം? വാട്ട് ഈസ് യുവർ ട്രൂ കോസ്റ്റിംഗ്? നിങ്ങളുടെ ട്രൂ കോസ്റ്റ് എന്താണ് അറിയോ? അത് നോക്കിയാൽ നിങ്ങൾ പലരും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നിർത്തും. നോക്കാതിരിക്കുന്നതാണ് നല്ലത്. സോ ഒന്നാമത്തെ കാര്യം നോക്കേണ്ടത്, ലുക്ക് അറ്റ് യുവർ ട്രൂ കോസ്റ്റ്, നോ യുവർ ട്രൂ കോസ്റ്റ്. 2, ഡിസൈഡ് നമ്മൾ തീരുമാനിക്കുക യുവർ റിക്വയർഡ് മാർജിൻ. ഡിസൈഡ് യുവർ റിക്വയർഡ് മാർജിൻ. എൻ്റെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച്, എൻ്റെ ജീവിതത്തിനനുസരിച്ച് വേണം, എൻ്റെ ചെലവുകൾക്കനുസരിച്ച് വേണം എൻ്റെ മാർജിൻ ഞാൻ തീരുമാനിക്കാൻ. ഞാനിപ്പം ചെടിയുടെ പരിപാടിക്കകത്ത് ഞാൻ മാർജിൻ തീരുമാനിക്കുന്നു. എനിക്ക് അത്ര വലിയ അങ്ങ് ഒരുപാട് ലാഭം അതിൻ്റെ അകത്ത് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്നെ സംബന്ധിച്ച് അതുകൊണ്ട് ജീവിക്കുന്ന ആളല്ല ഞാൻ. അത് മായക്ക് ഇൻവോൾവ് ആകാൻ വേണ്ടി, അവക്ക് എൻഗേജ്ഡ് ആകാൻ വേണ്ടി, അവക്ക് ഒരു എന്തെങ്കിലും കാര്യങ്ങളിൽ ഓക്കെ അവളുടേതായ രീതിയിൽ ഒരു കാര്യം ചെയ്യണം, പ്ലസ് എനിക്ക് പഠിക്കുകയും ചെയ്യാം. അതിനു വേണ്ടിയിട്ടൊരു കാര്യം. ഗുഡ്. അവിടെ എൻ്റെ റിക്വയർഡ് മാർജിൻ, അതിന്റെ അപ്പുറത്തൊരു കടക്കാരനുണ്ടെന്ന് ഇരിക്കട്ടെ, അയാള് ഫാമിലി ആയിട്ട് ഇവിടെ ജീവിക്കുന്ന തന്നെ ഈ കടയുടെ വരുമാനം വെച്ചിട്ടാ, വേറെ വരുമാനം ഒന്നുമില്ല. അപ്പം എൻ്റെ റിക്വയർഡ് മാർജിൻ അല്ല അയാളുടെ റിക്വയർഡ് മാർജിൻ. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന വില നോക്കിയിട്ട് അയാൾ ഇടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് അക്കൗണ്ടന്റ് വേണ്ട, എനിക്ക് അവിടത്തേക്ക് സഹായത്തിന് ആള് വേണ്ട. കാരണം ഇതൊക്കെ ഓൾറെഡി ഞാൻ ചെയ്യുന്നുണ്ട്. വീട്ടിലെ മെയ്ഡ് ആയിക്കോട്ടെ, അവർ വന്ന് കടയും കൂടെ വൃത്തിയാക്കിക്കോളും. അവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് സനീഷ് ഉണ്ട്, ഡ്രൈവറുണ്ട്. സനീഷ് രാവിലെ കുഞ്ഞൂട്ടനെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ വൈകിട്ട് വിളിച്ചോണ്ട് വരും. ഇതേ ഉള്ളൂ. പിന്നെ വീട്ടിലേക്ക് സാധനം മേടിച്ചു കൊടുക്കണം, ഇത്രയേ ഉള്ളൂ. സനീഷ് കട നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മെയ്ഡ് പോയി ക്ലീൻ ചെയ്തോളൂ. അക്കൗണ്ട്സ് നാട്ടിലിരിക്കുന്നവർ നോക്കിക്കോളൂ. മാർക്കറ്റിംഗ് എൻ്റെ എക്സിസ്റ്റിംഗ് ടീം നോക്കിക്കോളൂ. ഡിസൈനിങ് പാർട്ടൊക്കെ എക്സിസ്റ്റിംഗ് ടീമിനെ വെച്ച് തന്നെ എനിക്ക് ചെയ്യിപ്പിക്കാം. അതുകൊണ്ട് തന്നെ എൻ്റെ കോസ്റ്റിംഗ് വളരെ കുറവായിരിക്കും. പ്ലസ് ഞാൻ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തല്ല എൻ്റെ ലിവിങ്. അതുകൊണ്ട് ഞാൻ ഇടുന്ന വില, എൻ്റെ റിക്വയർഡ് മാർജിൻ ഒരിക്കലും അപ്പുറത്തൊരു കടക്കാരനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? അയാൾ അക്കൗണ്ടന്റിന് കൊടുക്കണം. ഈ പറയുന്ന
ആ കോമ്പറ്റീറ്റർ നമ്മുടെ വില നോക്കിയിട്ടിട്ടിട്ട് അയാൾ ഒരു സെയിൽസുകാരനെ എടുക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഓഫീസിലേക്ക് ഒരാളിനെ എടുക്കും. ആ വിസ കോസ്റ്റ് പോലും, ഒരു വിസ അടിക്കണമെങ്കിൽ 10,000 ദിർഹംസ് ചിലവാകും. അതായത് 1.5 ലക്ഷം രൂപയാവും ഒരു സ്റ്റാഫിനെ വെക്കണമെങ്കിൽ ആദ്യത്തെ ദിവസം. എനിക്കതിന്റെ ആവശ്യമില്ല. സോ എന്റെ റിക്വയർഡ് മാർജിൻ അല്ല എന്റെ കോമ്പറ്റീറ്ററുടെ റിക്വയർഡ് മാർജിൻ. എന്റെ കോസ്റ്റ് അല്ല, എന്റെ ട്രൂ കോസ്റ്റ് അല്ല എന്റെ കോമ്പറ്റീറ്ററുടെ ട്രൂ കോസ്റ്റ്. ഞാൻ ഇരിക്കുന്ന ഷോപ്പ് അത് ചിലപ്പോൾ എന്റെ ഓൺ ഷോപ്പ് ആയിരിക്കും. ഞാൻ അതിന് റെന്റ് കൊടുക്കണ്ട. ഓപ്പോസിറ്റ് ഇരിക്കുന്ന കോമ്പറ്റീറ്റർ അവൻ റെന്റിന് ഇരിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർ കൂടെ എങ്ങനെ സിമിലർ പ്രൈസിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും? ഒരാള് 50,000 രൂപ റെന്റ് കൊടുക്കുന്നു, മറ്റവന് റെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഹൗ ക്യാൻ ദേ കോമ്പീറ്റ്? പ്രൈസ് വൈസ് എങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും? സോ ഡു നോട്ട് ലീവ് പ്രോഫിറ്റ് ടു ചാൻസ്. യു ഹാവ് ടു ഡിസൈൻ യുവർ പ്രോഫിറ്റ്. നിങ്ങളുടെ റിക്വയർഡ് മാർജിൻ എന്തെന്ന് ആദ്യം തീരുമാനിക്കണം. യു ഹാവ് ടു സെറ്റ് എ ടാർഗറ്റ് മാർജിൻ ഇന്റൻഷനലി. ബോധപൂർവം ആ മാർജിൻ സെറ്റ് ചെയ്യണം. അത് എടുക്കാനുള്ള കളിയായിരിക്കണം പിന്നെ അങ്ങോട്ട് കളിക്കുന്നത്. സർവീസ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് 50 to 70% മിനിമം എടുത്തിരിക്കണം. കാരണം അത്രയും നമ്മൾ പോലും അറിയാത്ത കോസ്റ്റുകൾ അവിടെ വരുന്നുണ്ട്. സോ നിങ്ങളുടെ പ്രൈമറി ബിസിനസ് ആണ് ഇതെങ്കിൽ നിങ്ങളുടെ റിക്വയർഡ് മാർജിൻ ഈസ് ഡിഫറെന്റ്. നിങ്ങളുടെ ഒരു സെക്കൻഡറി ബിസിനസ് ആണ് ഇതെങ്കിൽ യുവർ റിക്വയർഡ് മാർജിൻ ഈസ് ഡിഫറെന്റ്. സോ ഒന്ന്, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. 2, നിങ്ങളുടെ റിക്വയർഡ് മാർജിൻ എന്ത് എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ആൻഡ് നമ്പർ 3, പ്രൈസ് ഫോർ സസ്റ്റൈനബിലിറ്റി. പ്രൈസ് ഫോർ സസ്റ്റൈനബിലിറ്റി, നോട്ട് സർവൈവൽ. ജസ്റ്റ് സർവൈവ് ചെയ്തു പോകാൻ വേണ്ടിയിട്ടുള്ള പ്രൈസിങ് ആവരുത് ചെയ്യുന്നത്. സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണം. നമുക്ക് നാളെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡൽ ആയിരിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതല്ലാതെ ജസ്റ്റ് എങ്ങനെങ്കിലും ഒന്ന് റോൾ ചെയ്ത് പോകാം, ആ രീതിയിലല്ല പ്രൈസ് ഇടേണ്ടത്. സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണം, സ്കെയിലപ്പ് ചെയ്യാൻ പറ്റണം. അതിന് നമ്മുടെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. അതിന് യു ഹാവ് ടു സെർവ് വെൽ. അതിന് യു ഹാവ് ടു പേ യുവർ ടീം ഓൺ ടൈം. അതിന് ടാലന്റ്സിനെ കൂടെ നിർത്താൻ പറ്റണം. അതിന് ഗ്രോത്തിൽ റീഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. നമുക്ക് ക്യാഷ് റിസർവുകൾ ഉണ്ടാക്കാൻ പറ്റണം. റിയൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ അതൊരു സസ്റ്റൈനബിൾ ബിസിനസ് ആകൂ, അല്ലെങ്കിൽ ഒരു സർവൈവൽ ബിസിനസ് ആകൂ. എന്ന് ക്രൈസിസ് അടിക്കുന്നോ അന്ന് നമ്മൾ തീരും. സോ 2 തരം ബിസിനസ്സുകളുണ്ട്. ഒന്ന്, വിച്ച് ലുക്സ് സക്സസ്ഫുൾ, നോക്കുമ്പോൾ അടിപൊളിയാ, വിച്ച് ലുക്സ് സക്സസ്ഫുൾ. 2, ട്രൂലി പ്രോഫിറ്റബിൾ. 2 തരം ബിസിനസ്സാ. ഒന്ന്, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര സക്സസ്സാ. 2, യഥാർത്ഥത്തിൽ പ്രോഫിറ്റബിളാ. യു ഷുഡ് ബിൽഡ് എ ബിസിനസ് വിച്ച് ഈസ് ട്രൂലി പ്രോഫിറ്റബിൾ, നോട്ട് ലുക്കിംഗ് സക്സസ്ഫുൾ. Your price is not just a number. It is a statement of your value and confidence. Your price is a statement of your value and confidence. നിങ്ങൾ വില കുറയ്ക്കും തോറും നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറെ സഹായിക്കുക അല്ല ചെയ്യുന്നത്. യു ആർ ഹേർട്ടിങ് യുവർ ബിസിനസ്. യു ആർ ഹേർട്ടിങ് യുവർ ബിസിനസ്. നമ്മുടെ ബിസിനസ് നമ്മൾ നല്ല ഇന്റൻഷനോട് കൂടിയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് ചതിക്കപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അവരെ സഹായിക്കണം എന്ന നല്ല ഇന്റൻഷനോട് കൂടിയാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങിയിരിക്കുന്നതെങ്കിൽ ആ ഇന്റൻഷൻ നിലനിൽക്കണം.
ആ ഇന്റൻഷൻ നിലനിൽക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമല്ല, ആ ചതിക്കപ്പെടുന്ന കസ്റ്റമേഴ്സിന്റെ കൂടെ ആവശ്യമാണ്. സോ വില കൂട്ടി പ്രോഫിറ്റ് എടുത്ത് നല്ല രീതിയിൽ ബിസിനസ് നടത്തേണ്ടത് നല്ല ഇന്റൻഷൻ ഉള്ള ബിസിനസ്സുകാരന്റെ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയോ? നല്ല ആളുകൾ പണം ഉണ്ടാക്കിയില്ലെങ്കിൽ അത് കെട്ട ആളുകളുടെ കയ്യിലേക്ക് എത്തിച്ചേരും. നല്ല ആളുകളുടെ കയ്യിൽ പണം കിട്ടിയാലുള്ള ഗുണം എന്താ? അത് നല്ല പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. കെട്ട ആളുകളുടെ കയ്യിലേക്ക് ആ പണം കിട്ടിയാലോ അവൻ ചീത്ത പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കും. സോ നല്ല മനുഷ്യൻ പണം ഉണ്ടാക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്, ഈ പ്രകൃതിയുടെ നിയമമാണ്. കറക്റ്റ്. സോ നിങ്ങളുടെ ഇന്റൻഷൻ നല്ലതും നിങ്ങളുടെ പ്രോഫിറ്റ് കുറവുമാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറെ സെർവ് ചെയ്യല്ല, നിങ്ങൾ അവരെ ചതിക്കുകയാണ്. കാരണം അവർ വീണ്ടും പറ്റിക്കപ്പെടാൻ നിർബന്ധിതരായിരിക്കും, നിങ്ങൾ കാരണം. നല്ലൊരു കായംകുളത്ത് മുരുക്കുംമൂട് എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ ഒരു തട്ടുകടയുണ്ട്. ഒരു ചേച്ചിയും ചേട്ടനും ഒരു മോളും ആണ് അവിടെ അത് നടത്തുന്നത്. വർഷങ്ങളായിട്ടുള്ളതാ. ഞാൻ എന്ന് പോയാലും എനിക്ക് വേണ്ടെങ്കിൽ പോലും, എനിക്ക് ഭക്ഷണം വേണ്ട എന്നാൽ പോലും ഞാൻ അവിടെ കയറി 2 ദോശ കഴിക്കും. ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടിറങ്ങിയതായിരിക്കും, പക്ഷെ ഇതിന്റെ മുന്നേ കൂടെ സന്ധ്യയ്ക്ക് പോകുമ്പോൾ ഇവരവിടെ ഇരിക്കുന്ന കാണുമ്പോൾ ഞാൻ അവിടെ ഇറങ്ങും, ഞാൻ അവിടെ ചെല്ലും, 2 ദോശ അവിടെ നിന്നോണ്ടാണെങ്കിൽ ശരി ഞാൻ കഴിക്കും. എന്നിട്ട് അവിടെ കൊടുക്കേണ്ടത് എത്രയാണെന്നൊന്നും നോക്കത്തില്ല. ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ട് ചേച്ചി ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു പിന്നെ ചെല്ലും. അയ്യോ സാറേ ഇന്നലെ ഒത്തിരി. എന്തിനാണെന്നറിയോ? ആ നല്ല ദോശ കൊടുക്കുന്ന, കളങ്കമില്ലാത്ത നല്ല ഭക്ഷണം കൊടുക്കുന്ന ആ കട അവിടെ നിലനിൽക്കേണ്ടത് എന്റെയും ആ നാടിന്റെ ആവശ്യമാണ്. ഒരു കസ്റ്റമർ ആവശ്യമാണ് നല്ല സർവീസ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ആവശ്യമല്ലേ ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കണമെന്നും എന്നും ഇതുപോലെ വന്ന് നിങ്ങളെ പഠിപ്പിക്കാനുള്ള ആരോഗ്യം എനിക്ക് ഉണ്ടാവേണ്ടതും എൻ്റെ മനസ്സിന് സമാധാനം ഉണ്ടാവേണ്ടതും എൻ്റെ ജീവിതം സക്സസ്ഫുൾ ആവേണ്ടതും നിങ്ങളുടെ ആവശ്യമല്ലേ എന്നേക്കാൾ കൂടുതൽ? ഞാൻ പൈസ ഇല്ലാതെ, ഞാൻ സ്ട്രഗിൾ ചെയ്ത്, ഞാൻ ഭ്രാന്ത് കയറി, ഞാൻ മണ്ടത്തരം കാണിച്ച്, ഞാൻ കള്ളും കുടിച്ച് ഞാൻ നടന്നു കഴിഞ്ഞാൽ അത് ആർക്കാ നഷ്ടം? റിയലി ആർക്കാണ് നഷ്ടം? സോ വില കുറയ്ക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറെ സഹായിക്കുകയല്ല, നിങ്ങൾ അവരെ ദ്രോഹിക്കുകയാണ്. സോ നമ്മളുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ പ്രൈസ് തീരുമാനിക്കാൻ. നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ വില നോക്കി കോപ്പി അടിക്കുക അല്ല വേണ്ടത്. സോ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ് അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് പണം കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് നമുക്ക് വേണം. സോ സ്റ്റെപ്പ് നമ്പർ 1, ഫിക്സ് യുവർ ട്രൂ കോസ്റ്റ്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? നിങ്ങളുടെ ട്രൂ കോസ്റ്റ് ആദ്യം കണ്ടെത്തണം. ഫിക്സ് യുവർ ട്രൂ കോസ്റ്റ്. ഫിക്സ് യുവർ ട്രൂ കോസ്റ്റ്. നിങ്ങളുടെ യഥാർത്ഥ ചെലവ് എത്ര എന്ന് കണ്ടെത്തണം. ഇതിനാണ് ഈ ക്യാഷ് ഫ്ലോ നോക്കുന്നത്. ആ ക്യാഷ് ഫ്ലോയിൽ കൂടി മാത്രമേ നമ്മളുടെ ട്രൂ കോസ്റ്റ് നമുക്ക് അറിയാൻ പറ്റൂ. 2, ഫിക്സ് യുവർ റിക്വയർഡ് മാർജിൻ. ഇത് കോസ്റ്റ് കിട്ടി, ഇത് നമുക്ക് ആവശ്യമുള്ള മാർജിൻ. എന്നിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, ശ്രദ്ധിച്ച് കേൾക്കുക, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സെയിൽസിന് വേണ്ടി നോക്കുക. അല്ലാതെ കൂടുതൽ സെയിൽസിന് വേണ്ടി മാത്രം സെയിൽസ് എടുക്കരുത്. ഹെൽത്തി ആയിട്ടുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് മതിയെന്നേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് 100 കണക്കിന് കസ്റ്റമേഴ്സിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ റിക്വയർഡ് മാർജിൻ എടുക്കാൻ നിങ്ങൾക്ക് 100 കണക്കിന് കസ്റ്റമേഴ്സിന്റെ ഒന്നും ആവശ്യമില്ല. ട്രൂ വാല്യൂ മനസ്സിലാക്കുന്ന വളരെ കുറച്ച് കസ്റ്റമേഴ്സ് മതി നിങ്ങളുടെ ഫിനാൻഷ്യൽ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ. എനിക്കൊരു വർഷം എത്ര രൂപ വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്കൊരു വർഷം എത്ര രൂപയുടെ അസറ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്രയും നമ്പേഴ്സ് ഞാൻ കിങ്സ് ക്ലബിലേക്ക് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ കിങ്സ് ക്ലബിൽ ഞാൻ അഗ്രസീവ് ആണ് ആളിനെ കൂട്ടാനെന്ന്? എത്ര പേരെ വേണമെങ്കിലും നമുക്ക് ഇവിടെ എടുക്കാം. വേണ്ട. ആ വരുന്നവരുടെ സക്സസ് ഉറപ്പുവരുത്തുക.
അത് വഴി എന്റെ റിക്വയർഡ് മാർജിൻ മീറ്റ് ചെയ്യുന്നുണ്ടോ? ദാറ്റ് ഈസ് എ ഹെൽത്തി ബിസിനസ് മോഡൽ. മതി, മതിയെന്നേ. വാട്ട് അബൌട്ട് യു? വാട്ട് അബൌട്ട് യു? സോ നിങ്ങളുടെ പ്രൈസ് ലീക്ക് ഉണ്ടാവുന്ന ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് യു ആർ ലുക്കിംഗ് അറ്റ് യുവർ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ്. നിങ്ങളുടെ ട്രൂ കോസ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അതുവഴി നിങ്ങൾക്ക് വേണ്ട മാർജിൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അവരുടെ ഇരയായി മാറുന്നു, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ. ദാറ്റ് ഈസ് ദ ഫാക്ട്. ആരിഫ്, നമ്മുടെ പ്രൈസിങ്ങിനെ പറ്റിയിട്ടാണ് ഇപ്പം പഠിച്ചത്. പ്രൈസിങ്ങിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റേറ്റേഴ്സിന്റെ പ്രൈസിങ് നോക്കിയിട്ടാണ് സാധാരണ നമ്മൾ പ്രൈസിങ് ഇടാറുള്ളത്. ഞാനൊക്കെ പ്രത്യേകിച്ച് പാക്കേജ് ഒക്കെ ഇടുന്ന സമയത്ത് സാർ ഇപ്പം പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ശ്രദ്ധിച്ചാണ്. ഞാൻ ഒരിക്കലും നമുക്ക് വേണ്ട ഒരു പ്രോഫിറ്റ്, ഒരു മാർജിന് നമ്മൾ ഫസ്റ്റ് ഫിക്സ് ചെയ്യാറില്ല. നമ്മൾ ഒരു നേരത്തെ കണക്ക് കൂട്ടി വെച്ചൊരു കാര്യമുണ്ട്, 15%, 20%, ആ തരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ട്രാവൽ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അതിൻ്റെക്കാൾ ഉപരിയായിട്ട് ഇങ്ങനെ ഒരു തോട്ടിലോട്ട് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ആ ചിന്തയിലേക്ക് നമ്മൾ പോകുന്നത്. ഇതിൽ തന്നെ നമ്മുടെ ട്രൂ കോസ്റ്റ്, ഈ ട്രൂ കോസ്റ്റിൽ പല സമയത്തും നമ്മൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന നോർമൽ എക്സ്പെൻസിനെ പറ്റിയിട്ട് മാത്രമാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. അതിനെ കൂടെ വരുന്ന നമ്മൾ കൊടുക്കുന്ന റെന്റ്, സാലറി, അതേപോലെ ടൈം, മറ്റ് റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫണ്ടുകൾ, ഇതൊന്നും നമ്മൾ സാധാരണയായിട്ട് ആ കോസ്റ്റിന്റെ അകത്തേക്ക് കൊണ്ടുവരാറില്ല. അപ്പോൾ ട്രൂ കോസ്റ്റ് ഫിക്സ് ചെയ്യാന്നുള്ളതും അതേപോലെ തന്നെ റിക്വയർഡ് മാർജിൻ, ഈ രണ്ട് കാര്യമാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാർ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യമായിട്ട് തോന്നിയത് സാർ. ചേട്ടാ, ഇന്ന് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്നത് നമ്മുടെ കോമ്പറ്റീറ്ററുടെ പ്രൈസ് നോക്കിയിട്ടാണ് നമ്മൾ പ്രൈസിങ് സാധാരണ ഫിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലെ ഇപ്പൊ നിലവിലുള്ള പ്രൈസ് എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടാണ് പോലും നമ്മൾ ഈവൻ പ്രോഡക്റ്റ് സെലക്ഷൻ പോലും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. ചില സമയത്ത് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. മിക്കവാറും ഈസി അവൈലബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വിറ്റ് പോകും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കും. പക്ഷെ അപ്പൊ സാറ് പറഞ്ഞ ഈ പ്രൈസിങ് സ്ട്രാറ്റജി അവിടെ ഒരിക്കലും വർക്ക് ആവില്ല. കാരണം അതിൽ നിന്ന് കിട്ടുന്ന മാർജിൻ വളരെ കുറവായിരിക്കും. അപ്പോൾ സാധാരണ ആയിട്ടുള്ള ബിസിനസ്സുകാർക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഒരു മണ്ടത്തരം, സാറ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ 10 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 9 രൂപയ്ക്ക് 8 രൂപയ്ക്കോ വിൽക്കുക. അപ്പോൾ ആ ഒരു 2 രൂപ പ്രോഫിറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പൊതുവെ ഞാൻ ഉൾപ്പെടെ നമ്മൾ തുടക്കത്തിൽ അങ്ങനെയാണ് കരുതിയിരുന്നത്. ഇപ്പൊ കിങ്സ് ക്ലബിൽ ചേർന്ന് നമ്മൾ അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കിയപ്പോഴാണ് അതിന്റെ പുറകിലുള്ള നിരവധി എക്സ്പെൻസുകൾ നമ്മുടെ മൈൻഡിലോട്ട് വരുന്നതും നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഇപ്പൊ ചെയ്യുന്നതും. ഇപ്പൊ നമ്മളെ എന്തായാലും ഇപ്പൊ ചെറിയ തോതിലെങ്കിലും നമ്മൾ അതിന്റെ കോസ്റ്റ് ഒക്കെ ഇപ്പൊ ഒരു ഓപ്പറേഷണൽ കോസ്റ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോ നമ്മൾ പ്രൈസിങ് ഒക്കെ നടത്തുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കാറുണ്ട്. കാരണം നമുക്ക് തുടക്കത്തിൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾ അതിന്റെ പ്രൈസിങ് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒന്നും കിട്ടില്ല. അപ്പോ പ്രൈസിങ് ആണ് ഒരു ബിസിനസിനെ സംബന്ധിച്ച് ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതും. അത് നല്ല രീതിയിൽ എല്ലാ കോസ്റ്റും ഉൾപ്പെടുത്തി നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് ഫിക്സ് ആക്കേണ്ടതാണ് ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്കാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. താങ്ക് യു സർ. അപ്പോ 7 ലീക്കുകളാണ്. അതിൽ ഒന്നാമത്തതാണ് നിങ്ങൾ ഇടുന്ന പ്രൈസിങ്. കറക്റ്റ് ആണെന്ന് ആർക്കൊക്കെ തോന്നി? തെറ്റ്. ഒന്നാമത്തെ ലീക്ക് ഉണ്ടോ? ഉണ്ട്. രണ്ടാമത്തെ ലീക്ക് ക്യാഷ് ഫ്ലോ ബ്ലൈൻഡ്നെസ്. ക്യാഷ് ഫ്ലോയെ കുറിച്ച് ഒന്നും അറിയില്ല. രണ്ടാമത്തെ ലീക്കിന്റെ റീസൺ. അതുകൊണ്ടാണ് മിക്ക ഓണേഴ്സും എന്തിലേക്ക് നോക്കും? റവന്യൂയിലേക്ക് നോക്കിയിട്ട് ദേ ഫീൽ കോൺഫിഡന്റ്. ക്യാഷ് ഫ്ലോ ബ്ലൈൻഡ്നെസ് ഉള്ളത് കൊണ്ടാണ്, ആ അന്ധതയുള്ളത് കൊണ്ടാണ് റവന്യൂയിലേക്ക് നോക്കിയിട്ട്, സെയിൽസ് ഫിഗറിലേക്ക് നോക്കിയിട്ട്
ടേൺ ഓവറിലേക്ക് നോക്കിയിട്ട് ദേ ഫീൽ കോൺഫിഡൻറ്റ്. സക്സസ്ഫുൾ ബിസിനസ് ഓണേഴ്സ് ദേ ഫോക്കസ് ആൻഡ് ദേ സർവൈവ് ഓൺ ക്യാഷ് ഫ്ലോ. അവർ ഇതിൻ്റെ അകത്തെ മാസ്റ്റേഴ്സ് ആണ്. ദേ ആർ മാസ്റ്റേഴ്സ് ഓഫ് ക്യാഷ് ഫ്ലോ. അതുകൊണ്ട് തന്നെ എന്ത് പ്രോഫിറ്റ് എടുക്കണം എന്ന് കൃത്യമായി അവർക്കറിയാം. ദെയർ റിക്വയർഡ് മാർജിൻ എത്ര എന്ന് പ്രീ ഡിസൈൻ ചെയ്തിട്ടാണ് അവരുടെ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസ് കോപ്പി അടിക്കുന്നതിന്റെ റീസൺ ക്യാഷ് ഫ്ലോ ബ്ലൈൻഡ്നസ്. കാരണം റവന്യൂ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയുടെ സാധനം വിറ്റു എന്നുള്ളതാണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് വാങ്ങിയ വില മൈനസ് വിറ്റ വില. അതിൽ ട്രൂ കോസ്റ്റ് വരുന്നില്ല. ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റി. എത്ര രൂപ ആക്ച്വലി ഈ ബിസിനസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ട്രൂ കണക്ക് കാണുന്നതാണ് ക്യാഷ് ഫ്ലോ. ഇത് നിങ്ങൾ ഇഗ്നോർ ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് പേപ്പറിൽ സക്സസ്ഫുൾ ആയിരിക്കും, ബട്ട് റിയാലിറ്റിയിൽ ഇറ്റ് വിൽ ബി ഇൻ സ്ട്രഗ്ലിംഗ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു മന്ത്ലി റവന്യൂ നമ്മൾ നോക്കുമ്പോൾ ലെറ്റ്സ് സേ ഏറ്റവും കുറച്ച് ഞാൻ ഇടുക 10 ലക്ഷം രൂപ. ലുക്സ് ഇംപ്രസീവ്. 10 ലക്ഷം രൂപയുടെ കച്ചവടം ഉണ്ടല്ലോ. 1 കോടി രൂപ, 1 കോടി രൂപ, മച്ച് ഇംപ്രസീവ്. ആയിക്കോട്ടെ. ഇനി നിങ്ങൾ ഡീപ്പായിട്ട് നോക്കുമ്പോഴാണ് അറിയുന്നത് കസ്റ്റമേഴ്സ് പേ ആഫ്റ്റർ 30 or 60 days. 30 ദിവസം അല്ല 60 ദിവസം കഴിഞ്ഞിട്ടേ ഈ പൈസ. റവന്യൂ നോക്കുമ്പോ 1 കോടി, ക്യാഷ് ഫ്ലോ നോക്കുമ്പോ 30 ഡേയ്സ് കഴിഞ്ഞേ ഈ പൈസ കിട്ടത്തുള്ളൂ, അല്ലെ 60 ഡേയ്സ് കഴിഞ്ഞു, വിച്ച് ഈസ് മൈനസ്. പക്ഷെ അവിടെ എന്ത് വരുന്നുണ്ട്? കോസ്റ്റ് എന്തൊക്കെയാ വരുന്നത്? സാലറി കറക്റ്റായി കൊടുത്തേ പറ്റൂ, അവിടുന്ന് കാശ് കിട്ടട്ടെ എന്ന് പറയാൻ പറ്റില്ല. റെന്റ് അവിടുന്ന് കിട്ടട്ടെ എന്നിട്ട് തരാം എന്ന് പറയാൻ പറ്റില്ല. യൂട്ടിലിറ്റി ബില്ലുകൾ ഒന്നും തന്നെ നിങ്ങൾക്ക് പിന്നത്തേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല, ഇമ്മീഡിയറ്റ് ഡ്യൂ ആണ്. ഇൻവെന്ററിക്ക് അപ്ഫ്രണ്ട് പൈസ കൊടുത്തേ പറ്റൂ. ഇത് വിൽക്കണമെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യണം. ആ മാർക്കറ്റിങ്ങിന് ആദ്യം കാശ് ഇറക്കിയേ പറ്റൂ. ആവശ്യത്തിന് ഉപകരിക്കാത്ത കാശ് വെറും പേപ്പർ കഷ്ണമാണെന്നേ. ഇന്ന് റെന്റ് കൊടുക്കാനും, ഇന്ന് സാലറി കൊടുക്കാനും, ഇന്ന് യൂട്ടിലിറ്റി ബില്ല് അടയ്ക്കാനും, ഇന്ന് ടാക്സ് അടയ്ക്കാനും ഉള്ള പൈസ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ നാളെ ഇത് കിട്ടിയിട്ട് ഇത് വെറും പേപ്പർ കഷ്ണം. ആവശ്യത്തിനാണ് കയ്യിൽ കാശ് വേണ്ടത്. ഇവിടെ എന്തുണ്ടാകും? ഈ ബില്ലെല്ലാം നമ്മുടെ കയ്യിൽ ഫിക്സഡ് ആയിട്ട് നിൽക്കുക. ഈ എക്സ്പെൻസ്, ഈ കോസ്റ്റ്. ഇവിടെ ക്യാഷ് സ്റ്റാർവേഷൻ ഉണ്ടാവും. ക്യാഷ് ഇല്ല. സ്ട്രോങ് റവന്യൂ കാണിക്കുന്നുണ്ട്, സ്ട്രോങ് റവന്യൂ, ബട്ട് ദ ബാങ്ക് അക്കൗണ്ട് ടെൽസ് എ ഡിഫറെന്റ് സ്റ്റോറി. നിങ്ങളുടെ റവന്യൂ പാർട്ട് നോക്കിയാൽ, സെയിൽസ് നോക്കിയാൽ wow, but your bank account tells a different story. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഈ കോസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി യു ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ എഫ് ക്യാഷ്. ഫിനാൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ലോൺ എടുക്കണം, ക്രെഡിറ്റ് കാർഡിനെ ഡിപ്പെൻഡ് ചെയ്യണം, ഓടി എടുക്കേണ്ടി വരും. അവിടെ എന്തുണ്ടാകും? ഇൻട്രസ്റ്റ് ആൻഡ് ഇതിന്റെ റീപേയ്മെന്റ്. ഇതെന്തായി മാറി? This becomes a hidden expense. ഈ ഹിഡൻ എക്സ്പെൻസ് എവിടുന്നാ കുറയ്ക്കുന്നത്? ഫ്രം യുവർ പ്രോഫിറ്റ്. ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്താ? എക്സ്പെൻസ് ഹിറ്റ് യു ബിഫോർ ക്യാഷ് അറൈവ്സ്. ജസൻ ചേട്ടാ മ്യൂട്ടാക്കും.
ഇവിടുത്തെ പ്രശ്നം എന്താ? എക്സ്പെൻസ് അറൈവ്സ് ബിഫോർ യു റിസീവ് ക്യാഷ്. സോ മിക്ക ബിസിനസ്സുകളും പരാജയപ്പെടുന്നത് കസ്റ്റമേഴ്സ് ഇല്ലാത്തത് കൊണ്ടല്ല. പേയ്മെന്റ് ഡേറ്റ് വരുന്നതിന് മുന്നേ ക്യാഷ് ഇല്ലാത്തതാണ് പ്രശ്നം, ക്യാഷ് വരാത്തതാണ് പ്രശ്നം. അല്ലാതെ അവിടെ കസ്റ്റമർ വന്നു പക്ഷെ ക്യാഷ് വന്നില്ല. സോ കസ്റ്റമർ വരാത്തതല്ല പ്രശ്നം, യു ആർ റണ്ണിങ് ഔട്ട് ഓഫ് ക്യാഷ്, ദാറ്റ് ഈസ് ദ പ്രോബ്ലം. നിങ്ങൾ ഈ ക്യാഷ് ഫ്ലോ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ ഈവൻ എ പ്രോഫിറ്റബിൾ ബിസിനസ് 50% മാർജിൻ ഇട്ടാ വിൽക്കുന്നത്, പക്ഷേ എന്ത് സംഭവിച്ചു? ഈ കോസ്റ്റ് മീറ്റ് ചെയ്യാൻ ലോൺ എടുക്കേണ്ടി വന്നു, ക്രെഡിറ്റ് കാർഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു, പലിശയ്ക്ക് എടുക്കേണ്ടി വന്നു. പ്രോഫിറ്റിൽ നിന്നാണ് ഇതെല്ലാം പോകുന്നത്. തീർന്നു. റവന്യൂ ഇറ്റ് ഈസ് ജസ്റ്റ് എ പ്രോമിസ്, ക്യാഷ് ഫ്ലോ ഇസ് ദ ഓൺലി റിയാലിറ്റി. ഇതൊരു പ്രോമിസാ. നിങ്ങൾ സാധനം തന്നു, ഞങ്ങൾ കാശ് തന്നേക്കാം എന്നുള്ള ഒരു പ്രോമിസ്. അതിന്റെ പേരാണ്, എഴുതിക്കോ, ഹോപ്പ് റവന്യൂ. ഹോപ്പ് റവന്യൂ. വരുമെന്നൊരു വിശ്വാസം, തരുമെന്നൊരു വിശ്വാസം, ഹോപ്പ് റവന്യൂ. ഇതുകൊണ്ടാണ് ഭയങ്കര സെയിൽസ് നടക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് സാലറി കൊടുക്കാൻ പൈസ ഇല്ല. അവര് കച്ചവടം ചെയ്യുന്നത് എന്താ? ദേ ആർ സെല്ലിംഗ് ഹോപ്പ്. ഇതുകൊണ്ടാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സ് ലൈക്ക് കിങ് മേക്കേഴ്സ്, ദേ ഫോക്കസ്, ദേ മോണിറ്റർ ദെയർ ക്യാഷ് ഫ്ലോ എവറി ഡേ. റവന്യൂ സെക്കൻഡറിയാ, റവന്യൂ സെക്കൻഡറിയാ. സോ നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം, നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൂടുതൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ, കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്യാൻ, കൂടുതൽ സെയിൽസ് എടുക്കാൻ. യഥാർത്ഥത്തിൽ നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടത് ടൈമിംഗ് ഓഫ് ക്യാഷ്. നിങ്ങൾക്ക് എപ്പോൾ ആ ക്യാഷ് കിട്ടുന്നു എന്നുള്ള ടൈം തീരുമാനിക്കുന്നിടത്താണ് കാര്യം. ക്യാഷ് ഫ്ലോ പ്ലാനിങ് കൃത്യമായി നടത്താതെ, ഈ ടൈമിംഗ് കറക്റ്റ് ചെയ്യാതെ ആ ബിസിനസ് വളർത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ ഇറ്റ് വിൽ ഇൻക്രീസ് യുവർ പ്രഷർ. പ്രോഫിറ്റ് അല്ല, പ്രഷർ. കാരണം മോർ സെയിൽസ് മീൻസ് മോർ ഇൻവെന്ററി, മോർ എക്സ്പെൻസസ്, മോർ ഓപ്പറേഷണൽ കോസ്റ്റ്. പക്ഷെ ഈ പേയ്മെന്റ് ലേറ്റ് ആയി വന്നുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ബിസിനസ് റൺ ഔട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അവിടെ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ കംപ്ലീറ്റ്ലി ലോണിലേക്കോ ഡെപ്റ്റിലേക്കോ മാറേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ ദയവ് ചെയ്ത് എത്ര രൂപയുടെ കച്ചവടം നടന്നു എന്നുള്ളതല്ല നിങ്ങൾ നോക്കേണ്ടത്, നമ്മൾക്ക് ഈ വിറ്റ സാധനത്തിന്റെ പൈസ എപ്പോൾ വരും എന്നുള്ളതാണ് നോക്കേണ്ടത്. എപ്പോൾ പണം അക്കൗണ്ടിൽ വരും അത് മാത്രം നോക്കിയാൽ മതി. ഇന്ന് എത്ര രൂപ കളക്ട് ചെയ്തു എന്നുള്ളത് നോക്കിയാൽ മതി. ഈ ഒരു ചെറിയ ഷിഫ്റ്റ് ഉണ്ടല്ലോ, എത്ര കച്ചവടം നടന്നു എന്നുള്ളതിൽ നിന്ന് എത്ര കളക്ട് ചെയ്തു എന്നുള്ളതിലേക്കുള്ള ആ ബിസിനസ് ഓണറുടെ മൈൻഡിന്റെ ഷിഫ്റ്റ്. ദാ റിയൽ എക്സാമ്പിൾ. ആദ്യത്തെ 8 ബിസിനസിന്റെ അകത്ത് ഒറ്റ ചിന്ത മാത്രം, സെയിൽസ് 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 സെയിൽസ്. എങ്ങനെയും റവന്യൂ കൂട്ടുക, എങ്ങനെയും നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് കൂട്ടുക, എങ്ങനെയും സെയിൽസ് നമ്പേഴ്സ് കൂട്ടുക, ഇൻവോയ്സുകളുടെ എണ്ണം കൂട്ടുക. അപ്പൊ അവർ പറയും അതല്ല, ഒരു 15 ദിവസം കഴിഞ്ഞ പൈസ സാധനം ഇവിടെ ഇരിക്കട്ടെ സാറേ. അതെന്തായിരുന്നെന്നറിയോ? ഞാൻ അത് തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ 13 വർഷം സെയിൽസിലുണ്ടായിരുന്നു. ഈ സെയിൽസിൽ എന്ന് പറയുമ്പോഴേ മുതലാളിയുടെ കാശല്ലേ, അവിടെ പറഞ്ഞങ്ങ് ശീലിച്ചു. ഏത് അത് കുഴപ്പമില്ല സാറ്, ഞാൻ 2 ആഴ്ച ക്രെഡിറ്റ് തരാം, അല്ല 1 മാസം ക്രെഡിറ്റ് തരാം, നമുക്ക് ശരിയാക്കി അയക്കാം, സാധനം പോയി. ഇത് പറഞ്ഞ് ശീലിച്ചു. എൻ്റെ ബിസിനസ് വന്നപ്പോഴും ഇതാണല്ലോ ഞാൻ പഠിച്ചിരിക്കുന്ന ബിസിനസ്. സോ എപ്പോഴാണ് ആ ക്യാഷ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്, അതിലേക്കായിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്.
സോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഓൺ ഫാസ്റ്റ് ക്യാഷ് കളക്ഷൻസ്. കസ്റ്റമേഴ്സിൽ നിന്നെ കൊണ്ട് പെട്ടെന്ന് പേയ്മെന്റ് ചെയ്യിപ്പിക്കണം. നമ്മൾ എക്സ്പെൻസുകളെ കൺട്രോൾ ചെയ്യണം. ഈ ക്യാഷ് ഫ്ലോയ്ക്കകത്ത് മെയിൻലി 4 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, ഫാസ്റ്റർ കളക്ഷൻ. ഇറ്റ് വിൽ ഹെൽപ്പ് യുവർ ക്യാഷ് ഫ്ലോ. എൻകറേജ് യുവർ കസ്റ്റമേഴ്സ് ആൻഡ് യുവർ സെയിൽസ് ടീം ടു പേ അപ്പ് ഫ്രണ്ട്. കിട്ടാനുള്ള കാശ് മേടിച്ചെടുക്കാൻ അതിന് നിങ്ങൾ ഇങ്ങനെ പ്രഷർ ഇട്ടുകൊണ്ടേയിരിക്കണം. 2, യു ഹാവ് ടു കൺട്രോൾ യുവർ എക്സ്പെൻസ്. കൺട്രോൾഡ് എക്സ്പെൻസ്. ഇറ്റ് വിൽ ഹെൽപ്പ് യുവർ ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന 3-ാമത്തെ കാര്യമാണ് ഹെൽത്തി ക്യാഷ് റിസർവ്. ക്യാഷ് റിസർവ് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. ഓരോ ആഴ്ചയിലും ശ്രദ്ധിച്ച് കേൾക്കന്നെ, ഓരോ ആഴ്ചയിലും നിങ്ങളെ കൊണ്ട് പറ്റുന്നത്, അത് 2% ആയിക്കോട്ടെ 5% ആയിക്കോട്ടെ, ആ ആഴ്ച കളക്ട് ചെയ്തിരിക്കുന്ന പണത്തിന്റെ അകത്തുനിന്ന് 2%, 5%, 10% വീതം. ഇപ്പം ഈ ഒരു ആഴ്ചയിൽ എനിക്ക് മൊത്തത്തിൽ കളക്ഷൻ വന്നിരിക്കുന്ന 1,00,000 രൂപയാണ് എന്നിരിക്കട്ടെ. അതിൻ്റെ അകത്തുനിന്ന് ഒരു 2,000 രൂപ, ഒരു 3,000 രൂപ, ഒരു 5,000 രൂപ എന്തെടുക്കാൻ പറ്റണം? റിസർവ് ഫണ്ടായിട്ട് മാറ്റിവെക്കാൻ പറ്റണം. എല്ലാ ശനിയാഴ്ചയും, ആ തിങ്കളാഴ്ച രാവിലെ തൊട്ട് ശനിയാഴ്ച വൈകിട്ട് വരെ നമുക്ക് കളക്ട് ചെയ്തിരിക്കുന്ന പൈസക്കകത്തുനിന്ന് ഒരു ചെറിയ എമൗണ്ട് എല്ലാ ആഴ്ചയിലും മാറ്റിവെക്കാൻ പഠിക്കണം, ഒരു റിസർവ് ഫണ്ടായിട്ട്. അത് തുടരുത്. അതിന് ഡെബിറ്റ് കാർഡ് ഉണ്ടാവരുത്. ആ അക്കൗണ്ടിന് ഡെബിറ്റ് കാർഡ് ഉണ്ടാവരുത്. നമ്മൾ പോയി വലിക്കും. അത് വെറും പ്ലെയിൻ ഒരു അക്കൗണ്ട്. അതിലേക്ക് ഈ 2%, 5% വെച്ച് മാറ്റുക. ഇതൊരു ഹാബിറ്റ് ആവും. ഇതാണ് റിസർവ് ഫണ്ടിന്റെ തുടക്കം. അതിനുശേഷം ഇതിങ്ങനെ എല്ലാ ആഴ്ചയിലും ചെയ്ത് പിന്നെ അത് ഡെയിലി ചെയ്യാൻ നമുക്ക് തോന്നും. എല്ലാ ദിവസവും ഒരു എമൗണ്ട് അതിലേക്ക് ഇതൊരു ഹരമായി മാറും. പിന്നെ എന്നിട്ട് എപ്പോഴെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ നമുക്ക് ചില സെയിൽസ് ഒക്കെ വരും, ചില കസ്റ്റമർ ഒക്കെ വരും, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു പ്രോഫിറ്റ് ഒക്കെ കിട്ടും. ആ പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് ആ അധികം കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റിന്റെ 50%, 30% ഒരു വലിയ എമൗണ്ട് തന്നെ ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് മാറ്റിയേക്കുക. ഇങ്ങനെയാണ് ക്യാഷ് റിസർവ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ആദ്യം സ്റ്റാർട്ട് വിത്ത് 1%, 2%, 3%. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ എമൗണ്ട്, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഹാബിറ്റ്. ആ ഒരു സ്വഭാവം രൂപീകരിക്കുക. എത്ര എമൗണ്ട് എന്നുള്ള വലിപ്പം അല്ല അവിടെ നോക്കേണ്ടത്, ആ സ്വഭാവം നിങ്ങൾക്കുണ്ടോ ആ ക്യാഷ് റിസർവ് വെക്കുന്നത്, അത് മാറ്റിയിടുക. എന്നിട്ട് ഒരു വലിയ പ്രൊജക്റ്റ് വരുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ലാത്ത ഒരു എമൗണ്ട്, ഒരു 10,000 രൂപ കിട്ടി, ഈ 10,000 അതുപോലെ എടുത്ത് ക്യാഷ് റിസർവിലേക്ക് മാറ്റുക. കാരണം എവിടെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം ബിസിനസ്സിന് ഉണ്ടായാൽ ബിസിനസ്സിന് തന്നെ അതിനെ ഫണ്ട് ചെയ്യാൻ പറ്റും. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, അതൊരു മിസ്റ്റേക്ക് ആയിക്കോട്ടെ, അതൊരു ക്രൈസിസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിനെ ഫണ്ട് ചെയ്യാൻ നിങ്ങൾ എക്സ്റ്റേണൽ ഫണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യണ്ട. ഈ റിസർവ് ഫണ്ടാണ് എടുക്കുന്നതെങ്കിൽ, റിസർവ് ഫണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഡെപ്റ്റ് ഓർ ലോൺ എടുക്കേണ്ടി വരും, അല്ലേ? ഇതിന്റെ പ്രശ്നം എന്താ? അടുത്ത മാസം തൊട്ട് ഇത് തിരിച്ചടയ്ക്കണം. തിരിച്ചടയ്ക്കുന്നത് ഓപ്പറേഷൻസിൽ നിന്നായിരിക്കും, ഓ ക്യാഷിൽ നിന്നായിരിക്കും. കറക്റ്റ്. അതേസമയം റിസർവ് ഫണ്ടാണ് എടുത്തിരിക്കുന്നെങ്കിൽ അടുത്ത മാസം അതൊരു ബേർഡൻ അല്ല. അവിടെ ഇൻട്രസ്റ്റ് ഇല്ല. അവിടെ അത് അടുത്ത മാസം തന്നെ തിരിച്ചതിൽ ഇടണമെന്ന് നിർബന്ധമില്ല. യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. 2%, 3%, 5%, 10%. സോ 1, ഫാസ്റ്റർ ക്യാഷ് കളക്ഷൻ. 2, കൺട്രോൾഡ് എക്സ്പെൻസുകൾ. 3, ഹെൽത്തി ക്യാഷ് റിസർവ്. 4, സ്മാർട്ട് പേയ്മെന്റ് ടേംസ്. സ്മാർട്ട് പേയ്മെന്റ് ടേംസ്. നമ്മുടെ സപ്ലയേഴ്സുമായിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സും ഒക്കെ ആയിട്ട് റീനെഗോഷിയേറ്റ് ചെയ്ത് നല്ല പേയ്മെന്റ് ടേംസിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റണം. കാരണം ഏതൊരു ബിസിനസ്സിൽ സെയിൽസ് ഉണ്ട്, പക്ഷെ ക്യാഷ് ഫ്ലോ ഇല്ല. ബിസിനസ് പുറമേ നോക്കുമ്പോൾ അടിപൊളി, പക്ഷെ ഇന്റേണലി ഇറ്റ്സ് എ സ്ട്രെസ്ഫുൾ ബിസിനസ്. സ്ട്രെസ്. കാരണം ക്യാഷ് ഫ്ലോ ക്രിയേറ്റ്സ്
പീസ് ഓഫ് മൈൻഡ് ഫോർ ഓൺട്രപ്രണേഴ്സ്. പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവും. സോ നിങ്ങൾ ആദ്യം ഈ മാർക്കറ്റ് കീഴടക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കയ്യിലേക്ക് വരാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന, ഇത് നിങ്ങൾക്ക് ഓൾറെഡി ബില്ല് ചെയ്തതാണ്, നിങ്ങൾ സെർവ് ചെയ്തതാണ്, ഇത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന പൈസയാണ്. അത് കൺട്രോൾ ചെയ്യാൻ ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞ് മാർക്കറ്റ് കൺട്രോൾ ചെയ്യാം. കൺട്രോൾ യുവർ ക്യാഷ് ബിഫോർ യു ട്രൈ ടു കൺട്രോൾ ദ മാർക്കറ്റ്. സോ ഇന്നത്തെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നാളത്തെ ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും, നിങ്ങളെ പ്രിവെന്റ് ചെയ്യും, സംരക്ഷിക്കും. സോ ഇന്നു മുതൽ നോക്കേണ്ടത് ഈ സെയിൽസ് മാത്രമല്ല നോക്കേണ്ടത്. യു ഹാവ് ടു ട്രാക്ക് ദ മൂവ്മെന്റ് ഓഫ് ക്യാഷ്. ഈ ക്യാഷ് മൂവ്മെന്റ് നമ്മൾ ശ്രദ്ധിക്കണം. അതിനകത്താണ് കാര്യം ഇരിക്കുന്നത്. കാരണം ക്യാഷ് ഫ്ലോ is the oxygen of business. Without it, ഒന്നെങ്കിൽ നിങ്ങൾ മാസ്ക് വെക്കേണ്ടി വരും. അത് ഒരു ബാങ്ക് തരുന്ന മാസ്ക് ആയിരിക്കും, ഓക്സിജൻ സിലിണ്ടർ. അതിന്റെ പൈസ കൊടുക്കണം, അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഈ മാസ്ക് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്, ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട. സോ വിത്ത് ക്യാഷ് ഫ്ലോ യുവർ ബിസിനസ് ബ്രീത്ത്. Without cash flow, your business suffocate. ശ്വാസം മുട്ടലുണ്ടാവും. സോ ഒന്നാമത്തെ റീസൺ, യു ആർ പ്രൈസിങ് ബേസ്ഡ് ഓൺ യുവർ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ്. 2, ക്യാഷ് ഫ്ലോ ബ്ലൈൻഡ്നെസ്. 7 ലീക്കാണുള്ളത്, 2 പഠിച്ചു. പഠിച്ചിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ 2 നടപ്പാക്കിയതിന് ശേഷം തിങ്കളാഴ്ച രാവിലെ 3, 4 പഠിക്കാം. റെഡി? ശരി. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. ലവ് യു ഓൾ.